ഹലോ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ഒരു ചെറിയൊരു ബാക്കിയാണ്. എങ്ങനെ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ ചെലവിൽ അല്ലെങ്കിൽ തീരെ ചെലവ് ഇല്ലാതെ സീറോ കോസ്റ്റിൽ എങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് കസ്റ്റമറിലേക്ക് എത്താം എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. നിങ്ങൾ സ്വന്തം ചെയ്യണതിനെ പറ്റിയിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. പലരും ഇൻസ്റ്റഗ്രാമിൽ റീൽ ഇടുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ അത് പലരും വാട്സപ്പിൽ വന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെ റീലിട്ട് തന്നെ ആരെങ്കിലും പരിചയമുണ്ടോ? ഏതെങ്കിലും യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഇതൊക്കെ ചെയ്യുന്ന ആളുകളെ പരിചയമുണ്ടോ? കുറഞ്ഞ റേറ്റിൽ ചെയ്തു തരാൻ പറ്റിയവരുണ്ടോ എന്നൊക്കെ. ഞാൻ അതിനെ പറ്റിയിട്ടല്ല സംസാരിച്ചത്. നിങ്ങൾ വേറൊരാൾക്ക് കാശ് കൊടുത്ത് അവരെ കൊണ്ട് റീലിടിപ്പിക്കുന്നതിനെ പറ്റിയല്ല പറഞ്ഞത്. അത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, അത് വേറൊരു വിഷയമാണ്. ഞാൻ നിങ്ങൾ സ്വന്തം ഇടുന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതാവുമ്പോൾ ഒരു രൂപ പോലും അതിൽ ചെലവില്ല. ചിലപ്പോൾ പെട്ടെന്ന് റീച്ചും കിട്ടാം. ചിലപ്പോൾ ആ ഇൻഫ്ലുവൻസർ ഇട്ടതിനേക്കാൾ കൂടുതൽ റീച്ച് നിങ്ങൾ സ്വന്തം ഇടുമ്പോൾ കിട്ടും. എല്ലാ ദിവസവും ഈ ഇൻഫ്ലുവൻസർ തപ്പി നടക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്തായാലും ഇപ്പൊ ഇൻഫ്ലുവൻസറെ വെച്ച് ചെയ്യിക്കുന്നുണ്ട്, ചെയ്യിക്കാത്തവരുണ്ട്, അതൊക്കെ വേറെ വിഷയം. അത് ചെയ്യിക്കുന്നവർക്ക് ചെയ്യിക്കാം, ചിലപ്പോൾ നല്ല ഓർഡറുകൾ വരാം. പക്ഷേ എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് ചാനൽ, ഇത് മൂന്നും മസ്റ്റാണ്. ഇൻഫ്ലുവൻസറെ കൊണ്ട് ചെയ്യിക്കലോ ചെയ്യിക്കാതെ ഇരിക്കലോ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഈ മൂന്നും ഇതൊന്നും ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ പേജുകൾ വേണം. നിങ്ങളുടെ ബ്രാൻഡിന് ഒരു ഫേസ് വേണം. നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണ, ഒരു ബ്രാൻഡ് ആവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരു സോഷ്യൽ മീഡിയ പ്രസൻസ് നിങ്ങൾക്ക് എന്തായാലും വേണം. വേറെ ആരെങ്കിലും നിങ്ങളുടെ വീഡിയോ എവിടെയെങ്കിലും ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങളുടെ സ്വന്തം പേജ് വേണം. അതിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടണം. അതെങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരുപാട് ടിപ്സ് ഞാൻ ഇട്ടായിരുന്നു. അത് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം നല്ല ഓർഡറുകൾ വരാൻ സാധ്യതയുണ്ട്. എല്ലാം സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരാൾക്കും ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. ഇതെന്താ, അത് യൂട്യൂബിന്റെ ഈ വലിയ പ്ലാറ്റ്ഫോമുകളുടെ ഒക്കെ കയ്യിലാണ് കൺട്രോൾ. കുറേയൊക്കെ നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എഫക്റ്റീവാക്കി മാറ്റാന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇന്നത്തെ വിഷയം അത് തന്നെയാണ്, എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാന്നുള്ളത്. അപ്പോഴും അൾട്ടിമേറ്റ്ലി ഇതെല്ലാം അത്തരം പ്ലാറ്റ്ഫോമുകളുടെ അൽഗോരിതം ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ റീച്ച് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് ആദ്യത്തെ ടിപ്പ് എനിക്ക് തരാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റീൽസ് ഇടുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അതെന്താ സംഗതി എന്ന്. ഞാൻ മിക്കവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ഉദാഹരണം ഒരു ട്രിമ്മറാണ് സെല് ചെയ്യണമെങ്കിൽ അത് ഫോൺ നമ്മൾ നേരെ പിടിച്ചെടുത്ത് ഇടുന്ന വീഡിയോസിനെയാണ് റീൽസ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ വീഡിയോസിനെയാണ്, 60 സെക്കൻഡിന് താഴെയുള്ള വീഡിയോസിനെയാണ് നമ്മൾ റീൽസ് എന്ന് പറയുന്നത്. മിക്ക ആളുകൾക്കും അറിയാം, പക്ഷെ പലരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു അതെന്താണെന്നുള്ളത്. അതുകൊണ്ടൊന്ന് ക്ലാരിഫൈ ചെയ്തെന്ന് മാത്രം. നമ്മൾ നേരെ പിടിച്ച് മൊബൈൽ ഫോൺ നേരെ പിടിച്ച് 60 സെക്കൻഡിന് താഴെയുള്ള വീഡിയോസാണ് റീൽസ്. ഇത് ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റഗ്രാം പേജിലും യൂട്യൂബിന്റെ ചാനലിൽ യൂട്യൂബിൽ വരുമ്പോൾ അത് ഷോർട്സ് എന്നാണ് യൂട്യൂബ് അതിന് പേര് കൊടുത്തേക്കുന്നത്. ഷോർട്സ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇതെല്ലാം ഈ സെയിം വീഡിയോ തന്നെ 3 പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഒറ്റ വീഡിയോ എടുത്താൽ മതി. ഇത് മൂന്ന് പ്ലാറ്റ്ഫോം, ഈ ഒറ്റ വീഡിയോ തന്നെ 3 പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഫേസ്ബുക്കിൽ നല്ല റീച്ച് കിട്ടും, ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ കിട്ടിക്കോളണമെന്നില്ല. നേരെ തിരിച്ചു സംഭവിക്കും. യൂട്യൂബിൽ നല്ല റീച്ച് വരും, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ എല്ലായിടത്തും ഇട്ട് നോക്കാന്നുള്ളതാണ്. എവിടെ ഏത് റീച്ച് ആവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല റീച്ച്, മില്യൺ കണക്കിനൊക്കെ വ്യൂസ് ചിലപ്പോൾ വന്നേക്കാം, നിങ്ങളുടെ ഒരു ലക്കും ഇതൊക്കെ അനുസരിച്ച്. പക്ഷെ അവിടെയും മില്യൺ കണക്കിന് വ്യൂസ് വരുമ്പോൾ നിങ്ങൾ എഫക്റ്റീവായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചിലർ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കൂല. പ്രൈസ് പറയാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് പറയാം. ചിലത് മറ്റേ സപ്ലൈ ഇതൊക്കെ അനുസരിച്ച് പ്രൈസിൽ വേരിയേഷൻ വരും. അങ്ങനെയുള്ളത് പറയണ്ട. പിന്നെ ലോക്കൽ ഷോപ്പ് ആണെങ്കിൽ അഡ്രസ്സ് പറയൂല, നേരെ ജോയിന് അഡ്രസ്സ് പറയൂല. അപ്പൊ കസ്റ്റമർ വന്ന് ഇങ്ങനെ താഴെ കമന്റ് ഇടും, അവർക്ക് വാങ്ങണമെന്നുണ്ട്, എവിടെയാ വരേണ്ടത്, ഏതാണ് കോണ്ടാക്ട് ഡീറ്റെയിൽസ്, ഒരു പിടി ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയിൽ കൊടുക്കുക. അത് പറ്റാത്തവർ നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ കോണ്ടാക്ട്സ് കൊടുക്കുക. ഇതൊന്നും പോരാത്തതിന് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിന്റെ ബയോയിലും ഈ ഇൻഫർമേഷൻസ് കൊടുക്കാം. അതെല്ലാം ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ബയോയിലും നിങ്ങളുടെ ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാന്നുള്ളതാണ്. ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ഒരു ദിവസം ഇട്ടു, പിന്നെ ഒരു 2 ആഴ്ചത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഒന്നും നോക്കിയില്ല, പിന്നെ ഒരു വീഡിയോ ഇട്ടു. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നിങ്ങളെ പുഷ് ചെയ്യൂല. ഒരു സ്ഥിരം വീഡിയോ ഇടുന്നവർക്കാണ് സ്ഥിരം എന്ന് ഉദ്ദേശിക്കുന്ന കൺസിസ്റ്റന്റ്ലി. അതായത് ഇപ്പൊ ഇന്ന് നിങ്ങൾ ഇട്ട് 2 ദിവസത്തേക്ക് ഇട്ടില്ല എന്ന് വെച്ച് കുഴപ്പമില്ല, 3-ാമത്തെ ദിവസം ഇട്ട് അടുത്ത 2 ദിവസം ഇട്ടില്ല, ആഴ്ചയിൽ ഒരു 3 വീഡിയോസ് ഒക്കെ. 1 മിനിറ്റിന്റെ കേസല്ലേ ഉള്ളൂ. 1 മിനിറ്റ് വീഡിയോ എടുക്കാൻ എന്താണ് ഇത്ര വലിയ പ്രയാസമുള്ളത്?
അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാൻ നേരത്ത് നിങ്ങളൊരു പുതിയ ചാനലാണ്, പുതിയ പേജൊക്കെ ആണെങ്കിൽ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ നിങ്ങളെ പുഷ് ചെയ്യും. അവരിത് റെക്കമെൻഡ് ചെയ്യും, ഒരുപാട് ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യും. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സെയിൽ വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വർഷങ്ങളായിട്ട് ഇതിലൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ റീച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. അവരുടെ എല്ലാം വ്യൂസും കാര്യങ്ങളെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച്. പക്ഷെ പുതിയ ചാനലുകൾ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ശരിക്കും പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾ എടുക്കണം എന്താണെങ്കിലും. അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് എത്താൻ പറ്റും. ഞാൻ സ്വന്തം ചെയ്യണതിനെ പറ്റിയിട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, അത് വിശദമായിട്ട് പറഞ്ഞു. പക്ഷെ ചില ആളുകൾക്ക് ക്ലിയർ ആയില്ല. അവർ വേറെ ആളുകളെ വെച്ച് ചെയ്യിക്കണതിനെ പറ്റിയിട്ടാണ്. എൻ്റെ അടുത്തും ഇങ്ങനെ പേയ്മെന്റ് തന്നിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ സ്വന്തം ചെയ്യേണ്ട കാര്യമുള്ളൂ. നിങ്ങൾക്ക് സ്വന്തം, അപ്പൊ ഈ ഇൻഫ്ലുവൻസർ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യൂലേ? എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ സ്വന്തം ചാനലിൽ സ്വന്തം വീഡിയോസ് ഇടുക, പിന്നെ ഓരോ വീഡിയോസിനും അവർക്ക് കാശ് കൊടുക്കേണ്ടതായിട്ട് വരും. ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ചിലപ്പോൾ പ്രൈസ് കൂട്ടാൻ കുറയ്ക്കാം, ഇതിന്റെ ഒന്നും കൺട്രോൾ നിങ്ങളുടെ അടുത്തല്ല. സ്വന്തം ചാനൽ മസ്റ്റാണ്. അത് സോഷ്യൽ മീഡിയ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈവൻ ഒരു ചെറിയ ഷോപ്പ് ആണെങ്കിൽ പോലും ഞാൻ പറയണത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഓർഡറിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഒരു ഷോപ്പിൽ കൂടി വന്ന് 50 പേര് ഒരു ദിവസം വരുമായിരിക്കും, ഭാഗ്യം ഉണ്ടെങ്കിൽ. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി ചിലപ്പോൾ 150 ഓർഡർ ചിലപ്പോൾ കിട്ടും. അപ്പോൾ അതിന് അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട്. ടോയ്സ് സെല് ചെയ്യണവര്, സ്പോർട്സ് ഐറ്റംസ് സെല് ചെയ്യണവര്, ഡെക്കറേറ്റീവ് ഐറ്റംസ് സെല് ചെയ്യണവര്. കാരണം ഇതൊന്നും സ്ഥിരമായിട്ട് ഒരു ലോക്കൽ ഏരിയയിൽ ഒരു ഗ്രാമത്തിലൊന്നും അങ്ങനെ സ്ഥിരം ഓർഡർ കിട്ടാൻ സാധ്യതയുള്ള ഇതല്ല, ഷോപ്പുകളല്ല. പക്ഷെ കുറെ പേര് തുടങ്ങുന്നുണ്ട്. അപ്പൊ അത്തരം ആളുകൾക്കെല്ലാം സോഷ്യൽ മീഡിയ പ്രസൻസ് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ എഴുതിയേക്കണത്, നിങ്ങൾ റീൽസ് ഇടുമ്പോൾ റീൽസ് എഫക്റ്റീവായിട്ട് ഇടേണ്ടതിനെ പറ്റിയിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു കസ്റ്റമർ വാങ്ങിച്ചെങ്കിൽ ആ കസ്റ്റമർ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് ഇടണം. ഇൻസ്റ്റഗ്രാമിൽ, ഫേസ്ബുക്കിൽ, എവിടെയാണെന്ന് വെച്ചാൽ ഈ 3 പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് ഇടണം. ചിലപ്പോൾ അവരുടെ ഓഡിയോ ആയിരിക്കും, അത് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് ഇടണം. വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ VN ആപ്പൊക്കെ യൂസ് ചെയ്യുക. അതെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ളതാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ്. ഒരുപാട് ഫ്രീ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സ്വന്തം ചെയ്യാവുന്നുള്ളൂ, വേറൊരാളുടെയും സഹായം ഇല്ലാതെ തന്നെ. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്കുകൾ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്തരം പേജുകളിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു കസ്റ്റമർ വന്ന് നോക്കാൻ നേരത്ത് നിങ്ങൾ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തേക്കണത് 2022 ജൂണിലൊക്കെ ആണെങ്കിൽ ആ പേജ് ഡെഡായി എന്നാണ് കസ്റ്റമർ മനസ്സിലാക്കുന്നത്. ലേറ്റസ്റ്റ് പോസ്റ്റുകൾ ഒന്നും അതിലില്ല. ഇവർക്ക് കാശ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമോ, പ്രൊഡക്റ്റ് വരുമോ എന്നൊക്കെ ഉള്ള സംശയം കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. നിങ്ങളുടെ പേജിൽ എന്തെങ്കിലുമൊക്കെ ഇടണം, അറ്റ്ലീസ്റ്റ് പോസ്റ്റ് എങ്കിലും ഇടണം. പിന്നെ ഒരു കാര്യം, ഈ ടെക്സ്റ്റിന്റെയും ഫോട്ടോയുടെയൊക്കെ കാലഘട്ടം ഏറെക്കുറെ ഡെഡായി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഷോർട്ട് വീഡിയോയുടെ ടൈമിലൂടെയാണ് നമ്മൾ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ വീഡിയോസിൽ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോണതിനാണ് അധികം റീച്ച് കിട്ടണം. ഇപ്പൊ യൂട്യൂബിലെ ഇതൊരു ലോങ് വീഡിയോയാണ്, ഇതിനേക്കാൾ കൂടുതൽ റീച്ച് ആയിരിക്കും ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക. പക്ഷെ ഇതൊക്കെ ഇത്തരം വിഷയങ്ങൾ ലോങ് വീഡിയോയിലൂടെയാണ് പറയാൻ പറ്റുള്ളൂ. അതാണ് ഒരു പ്രശ്നം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ പോസ്റ്റും അതേപോലെ തന്നെ ടെക്സ്റ്റും ഫോട്ടോസും ഒന്നും ഇനി ഇട്ടിട്ട് കാര്യമില്ല. അതിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു. അപ്പൊ ഷോർട്ട് വീഡിയോസ് ഇടാം. എന്തെങ്കിലും ഇടുകയാണെങ്കിൽ ഷോർട്ട് വീഡിയോസ് ഇടാം. ഈ വീഡിയോ തീരെ ഇടാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ മാത്രം നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിന്റെ ഫോട്ടോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് എന്തെങ്കിലും ടെക്സ്റ്റ് അതിന്റെ താഴെ കൊടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റബിൾ ആണ്. ചാനൽ ഡെഡായി കിടക്കുന്നതിനേക്കാളും നല്ലതാണ്. പിന്നെ അടുത്തതായിട്ടുള്ളത്, നിങ്ങളുടെ പോസ്റ്റുകൾ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ തന്നെ ഉണ്ട്. ഞാൻ സൈഡിൽ കൊടുക്കാം. നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഒരു പിൻ ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് അങ്ങനെ പിൻ ചെയ്ത് വെക്കാം. സകല ഡീറ്റെയിൽസും പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങളുടെ പേജിലേക്ക് ഒരു കസ്റ്റമർ വരാൻ നേരത്ത് ഈ കസ്റ്റമർ ആദ്യം കാണുന്നത് ഈ പിൻ ചെയ്ത് വെച്ച വീഡിയോ ആയിരിക്കും. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്താണ് സെല് ചെയ്യണം, നിങ്ങളുടെ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് കസ്റ്റമർക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഒരുപാട് താഴേക്ക് പോകാതെ തന്നെ കസ്റ്റമേഴ്സിനെ അറിയാൻ പറ്റും. പിൻ ചെയ്തിടാൻ പറ്റും. ഞെക്കി പിടിച്ചിട്ട് നമുക്ക് പിൻ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പലരും മറക്കണ കാര്യങ്ങളാണ് ഇതെല്ലാം. പിന്നെ ഞാൻ എഴുതിയേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും നമുക്ക് വന്നിരുന്ന്, ഇപ്പൊ നിങ്ങൾ ഉദാഹരണം, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രിമ്മറാണ് കിട്ടുന്നത്. എല്ലാ ദിവസവും വന്നിരുന്ന് ട്രിമ്മർ വേണം എന്നുള്ള വീഡിയോ നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പൊ അതിനുവേണ്ടി ചെയ്യണത്, ഈ ട്രിമ്മർ ഉണ്ടാക്കുന്ന പ്രോസസ്സുകൾ ബിഹൈൻഡ് ദ സീൻ എന്ന് പറയും.
ഈ അണിയറയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് ഇടാനായിട്ട് സാധിക്കും. ഹെയർ ഓയിലൊക്കെ വിൽക്കുന്നവരാണ് അത് അധികം ചെയ്യണം. ബ്യൂട്ടി കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ സെല് ചെയ്യണവരാണ് അധികം ചെയ്യണത്. അവരുടെ മേക്കിംഗ് വീഡിയോസ് അവരിടും. അവർ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യണ വീഡിയോസ് ഇടും. അവർ സെലക്ട് ചെയ്യണ ചിലപ്പോൾ ഓർഗാനിക് മെറ്റീരിയൽസ് ആയിരിക്കും. അവരുടെ റോ മെറ്റീരിയൽസ് ഒക്കെ ഓർഗാനിക് ആയിരിക്കും. അപ്പോൾ അത് അവർ പ്രത്യേകം പറയും. അല്ലെങ്കിൽ ഫാർമേഴ്സിന്റെ അടുത്ത് നിന്ന് നേരിട്ട് ഫാം ലാൻഡിൽ നിന്ന് പോയി അവർ എടുക്കുന്നതായിരിക്കും. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് കണ്ടന്റ് ആയിട്ട് ഇടാം. എല്ലാ ദിവസവും വന്നിട്ട് നമ്മുടെ ട്രിമ്മർ വേണോ, ഹെയർ ഓയിൽ വേണോ എന്നുള്ള വീഡിയോ ഇടാതെ കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടി വ്യൂവേഴ്സിനെ എൻഗേജിങ് ആയിട്ടുള്ള രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇടാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ബിഹൈൻഡ് ദ സീൻ ചിലപ്പോൾ നിങ്ങൾ പാക്കിങ് കൊറിയർ അയച്ചു കൊടുക്കുന്ന വീഡിയോസ് ആയിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും മോട്ടിവേഷണൽ വീഡിയോസ് ആയിരിക്കാം. മോട്ടിവേഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഏരിയ മാറിയിട്ടുള്ള മോട്ടിവേഷൻ അല്ല, നിങ്ങളുടെ ബിസിനസിന്റെ അകത്തുള്ള മോട്ടിവേഷൻ. ചാനൽ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ എല്ലാം വീഡിയോസും ഇടരുത്. നിങ്ങളുടെ ബ്ലോഗോ അങ്ങനത്തെ കാര്യമൊന്നും അതിലിടരുത്. ജസ്റ്റ് ബിസിനസ് ആണെങ്കിൽ ബിസിനസ് മാത്രം അതിൽ ഫോക്കസ് ചെയ്യുക. ആ ചാനലിന്റെ ഒരു കാറ്റഗറി മാറിയിട്ടുള്ള ഇത് നിങ്ങൾ ചെയ്യരുത്. അപ്പൊ ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യൂവേഴ്സ് നിങ്ങളുടെ അടുത്തുനിന്ന് പോകും. ഓൾറെഡി ഫോളോ ചെയ്തേക്കുന്ന ആളുകളെല്ലാം പോകാൻ സാധ്യതയുണ്ട്. COD പലർക്കും പല സെല്ലേഴ്സിനും പ്രശ്നമാണ്. ക്യാഷ് ഓൺ ഡെലിവറി പലരും ചോദിക്കാറുണ്ട്. ഈ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്താലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷമുള്ള കാശ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കസ്റ്റമേഴ്സിന്റെയും ഇൻട്രസ്റ്റ് അതോടുകൂടി പോകും. ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയായിരിക്കും ചിലപ്പോൾ കിട്ടുക, അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. അതിൻ്റെ ഇടയിൽ അവരുടെ മനസ്സ് മാറാം. അതുപോലെ തന്നെ അവർ ഫോൺ ഡെലിവറി ചെയ്യണ ആള് ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കാം, അല്ലെങ്കിൽ നാളെ വരാൻ പറയും. അവർ പിന്നെ അത് കൊറിയർ കമ്പനി ചിലപ്പോൾ ക്യാൻസൽ ചെയ്യും. അങ്ങനത്തെ ഒരു പ്രശ്നം ഈ CODയിലുണ്ട്. ഈ COD പലരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ട്രസ്റ്റ് ഇല്ലാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഫോട്ടോയും ഇതേപോലെ തന്നെ ചെറിയ ടെക്സ്റ്റ് ഒക്കെ എഴുതിയിട്ടുള്ളൊരു നിസ്സാര ഒരു പേജ് ആണെങ്കിൽ ആ ബ്രാൻഡിന് അല്ലെങ്കിൽ ആ ഒരു ഇതിനൊരു ഫേസ് ഇല്ലെങ്കിൽ, ഒരു റിയൽ ഹ്യൂമൻ അതിലില്ലെങ്കിൽ മിക്കവരും ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കും. അപ്പൊ നിങ്ങൾ ഫേസ് എല്ലാം കാണിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ബിഹൈൻഡ് ദ സീനും കാര്യങ്ങളും എല്ലാം നിങ്ങൾ തന്നെയാണ് ഫൗണ്ടറെങ്കിൽ നിങ്ങളുടെ തന്നെ വീഡിയോസ് എല്ലാം ഇട്ട് കസ്റ്റമറിൽ ട്രസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ക്യാഷ് ഓൺ ഡെലിവറിയുടെ പ്രോബ്ലം ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡയറക്റ്റ് അവർ പേയ്മെന്റ് അയച്ചു തരും, നിങ്ങൾക്ക് കൊറിയർ അയക്കാം. നിങ്ങൾക്കും നല്ലത് അതാണ്, കസ്റ്റമർക്കും നല്ലത് അതാണ്. കാരണം ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ കൊറിയർ കമ്പനികൾക്ക് എക്സ്ട്രാ പേയ്മെന്റ് ഒക്കെ കൊടുക്കേണ്ട വരും. അപ്പോൾ ഇതാ തലവേദന ഇല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇടാം. നിങ്ങളുടെ ആ ബിസിനസ്സിനെ പറ്റി കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റ്സ് ഇടാം. ഇപ്പൊ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റിലെ ബെസ്റ്റ് എങ്കിൽ മറ്റ് പ്രൊഡക്റ്റുകളുടെ പോരായ്മകൾ പറയും. ആ ബ്രാൻഡ് നെയിമോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ലെങ്കിലും അത്തരം കാറ്റഗറിയിൽ സെല് ചെയ്യണം. ഇപ്പൊ വെർജിൻ കോക്കനട്ട് ഓയിൽ ആണ് നിങ്ങൾ വിൽക്കണമെങ്കിൽ സാധാരണ ഒരു കോക്കനട്ട് ഓയിൽ തലയിൽ തേച്ചാൽ പോരെ, വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ തേക്കണമെന്നുണ്ടോ? അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഉണ്ടാക്കാം. വെർജിൻ കോക്കനട്ട് ഓയിലിന് ഇന്ന എഫക്റ്റ് ആണുള്ളത്, അത് തേങ്ങാപ്പാലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യണതാണ്, മറ്റത് കൊപ്രയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യണതാണ്, ഇത് എന്താ പറയാ ഫെർമെന്റേഷൻ സംഭവിച്ചിട്ടുള്ളതാണ്. ടെക്നിക്കൽ വശങ്ങൾ, നിങ്ങളുടെ ബിസിനസ്സിലെ ടെക്നിക്കൽ വശങ്ങൾ നിങ്ങൾക്കറിയാം. ഓർഗാനിക് ആയിട്ടുള്ള കോസ്മെറ്റിക്സ് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ പറയാം. അപ്പൊ അതൊക്കെ ഒരു സാധ്യതയാണ്. എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഇടാം. ബിഹൈൻഡ് ദ സീൻ നമ്മുടെ അണിയറയിൽ നടക്കുന്ന കാര്യങ്ങൾ, പാക്കേജിങ്, അതുപോലെ മേക്കിംഗ്, കൊറിയർ അയക്കുന്നത്, അതെല്ലാം ഉണ്ടാവും. ഇതെല്ലാം വെച്ചിട്ട് ചാനൽ ലൈവ് ആക്കി നിർത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഓർഡർ വരുള്ളൂ. അതല്ലാതെ ജസ്റ്റ് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ 2 ഫോട്ടോ ഇട്ടുകൊണ്ട് കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. പല സ്റ്റാർട്ടിങ്ങിലുള്ള ഇൻഫ്ലുവൻസേഴ്സും ചെറിയ എമൗണ്ടിനൊക്കെ ചെയ്ത് തന്നവരുണ്ടെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്യണതിൽ തെറ്റില്ല. അതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും സ്വന്തമായിട്ട് വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇത്തരം ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ ഒരുപാട് പേര് എന്നെ കോള് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ 10, 25, 30 മിസ് കോളൊക്കെ എടുക്കും. അപ്പോൾ എനിക്ക് എല്ലാവരും തിരിച്ച് വിളിച്ചെന്താന്ന് ചോദിക്കാൻ പറ്റില്ല. മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, ഓഡിയോ ആയിട്ട് അയക്കാം. അപ്പൊ അത് ഞാൻ കേൾക്കുന്ന ടൈമിൽ കുറെ മെസ്സേജുകൾ വന്ന് എടുക്കുന്നുണ്ട്. ഓരോന്നായിട്ടാണ് എനിക്ക് റിപ്ലൈ തരാൻ പറ്റുള്ളൂ. അപ്പൊ കോള് ചെയ്യുന്നതിന് പകരം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പൊ മറ്റു ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.